ഹലോ, അസ്സാം വലൈക്കും. ജുജുമാസ് കിച്ചൺ ട്രിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. പണ്ടത്തെ മുസ്ലിം തറവാടുകളിൽ, അത് കൊച്ചിയിലാവട്ടെ മലബാർ സൈഡിലാവട്ടെ, കല്യാണ സൽക്കാരങ്ങൾ എന്നത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആഴ്ചകൾക്ക് മുന്നേ തന്നെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യും. അച്ചപ്പം, കുഴലപ്പം, അതുപോലെ അതിൽ തന്നെ വിശേഷപ്പെട്ട ഒന്നായിരുന്നു അരീരപ്പം. ടേസ്റ്റി ആയൊരു കുഞ്ഞൻ പലഹാരം. അപ്പോ ഇന്ന് ജോജുമ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ അരിയിരപ്പത്തിന്റെ റെസിപ്പിയാണ്. രണ്ട് രീതിയിലാണ് ജോജുമ ഇന്ന് ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ട്രഡീഷണൽ രീതിയാണ്, അതായത് അരി കുതിർത്ത് പൊടിച്ച് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി 1 കപ്പ് പച്ചരി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച് അത് നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. പൊട്ടുപൊടി നനച്ചെടുത്ത ഒരു പരുവത്തിലേക്കാണ് ഈ അരി പൊടിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇത് ട്രഡീഷണൽ മെത്തേഡ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. പച്ചരി കുതിർത്ത് പൊടിച്ചെടുത്ത് ഉണ്ടാക്കുന്ന അരിയിരപ്പമാണ് ശരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അങ്ങനെ ഇതാ ഒട്ടും തരിയില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 4 ചുവന്നുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുവിയതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നടിച്ച് ഒതുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ മിക്സിനെ അരി പൊടിച്ചതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ അരിയിരപ്പം. 1 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ കുഴച്ചെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ചൂടുള്ള ശർക്കര പാനിയാണ്. ഏകദേശം 1.5 കപ്പ് നമുക്ക് വേണ്ടി വരും. ഇതിനെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല നനഞ്ഞൊരു പരുവത്തിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ആ പരുവം കാണിച്ചു തരാം. ഇതാ ഇത്രയും നനവിലാണ് നമ്മൾ ഒന്ന് മാറ്റി വെക്കുന്നത്. 10 മിനിറ്റ് നമ്മൾ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത മെത്തേഡ് എന്താന്ന് നോക്കാം. അത് ഇൻസ്റ്റന്റ് മെത്തേഡാണ്. പുട്ടുപൊടി യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിനു വേണ്ടി 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1/2 കപ്പ് മൈദ, ആ ഒരു പാകത്തിനാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ മൈദ ആഡ് ചെയ്യുന്നത് പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ആ കുഴച്ച് നമ്മൾ പിടിയാക്കുമ്പോൾ അതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയതുപോലെ തന്നെ തേങ്ങയുടെ മിക്സ് ഉണ്ടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്കൊന്ന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കര പാനിയിൽ ഉപ്പുണ്ടാവും, അപ്പൊ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പാനി ആഡ് ചെയ്ത ശേഷം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നേരത്തെ പോലെ തന്നെ നല്ല ചൂടുള്ള ശർക്കര പാനി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ അത് അരിയേക്കാളും ഫാസ്റ്റ് ആയിട്ട് നനവ് വലിച്ചെടുക്കും. അതുകൊണ്ട് നേരത്തെ നമ്മൾ കുറച്ച് കൂടുതൽ നനവിലാണ് കുഴച്ച് വെച്ചത്. ഇത് പക്ഷെ നമ്മൾ കറക്റ്റ് നനവിൽ തന്നെ കുഴച്ചെടുക്കുന്നുള്ളൂ.
ഇതാ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. പുട്ടുപൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ നനവ് ആവശ്യമാണ്. നമുക്ക് കണ്ടില്ലേ, ഇരിക്കും തോറും അത് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ കുറച്ചുകൂടെ ശർക്കര പാനി ഒഴിച്ച് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. പുട്ടുപൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് കറക്റ്റ് നനവല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉരുട്ടി പൊരിച്ചെടുക്കുന്ന സമയത്ത് ക്രാക്സ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നനവ് കറക്റ്റ് ആയിരിക്കണം, വളരെ ഡ്രൈ ആയി പോവാതെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ അതിനെ കുഴച്ച് ഇതുപോലെ ഷേപ്പ് ആക്കി പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണം. അപ്പൊ അത് ഷേപ്പ് ആക്കുന്നത് ഇങ്ങനെയാണ്. ചെറിയൊരു ഉണ്ട കയ്യിലെടുത്ത ശേഷം ഇതുപോലെ കൈപ്പത്തിയിൽ വെച്ചിട്ട് ഒന്ന് വട്ടത്തിലാക്കി അധികം കട്ടിയില്ലാത്ത രീതിയിൽ ഒന്ന് പരത്തിയിട്ട് ചൂണ്ടുവിരലോ തള്ളവിരലോ ഉപയോഗിച്ച് ഒന്ന് നടുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഹോളായി പോവരുത്. പലരും ഹോളാക്കുന്നതാണ് കാണാറുള്ളത്, പക്ഷെ അരിയപ്പത്തിന്റെ ഷേപ്പ് അങ്ങനെയല്ല. നമ്മുടെ വിരൽ വെച്ചതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ഈ ഒരു മാവിനെയും അരിയപ്പത്തിന്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഈ 1 കപ്പ് പുട്ടുപൊടിയിൽ നിന്നും നമുക്ക് 20 അരിയപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ അരിയപ്പം എല്ലാം ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ അരി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അരിയപ്പത്തിന്റെ മാവ് എന്തായിട്ടുണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, ആ നനവൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വേണമെന്ന് തോന്നുന്ന ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ശർക്കരപ്പാനിയിൽ ഉപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപ്പോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഇതാ അരി നേരത്തെ നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പാകത്തിന് നനവായിട്ടുണ്ട്. ഇനി ഇതിനെ കുഴച്ചിട്ട് അരിയപ്പത്തിന്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അങ്ങനെ ഇതും നമുക്ക് 20 എണ്ണം, 1 കപ്പ് അരിയിൽ നിന്നും 20 അരിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നല്ല തിളച്ച വെളിച്ചെണ്ണയിലിട്ട് ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അരി വെച്ചുണ്ടാക്കിയ അരിയപ്പത്തിനും പുട്ടുപൊടി വെച്ചുണ്ടാക്കിയ അരിയപ്പവും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളറിൽ നല്ല വ്യത്യാസം എനിക്ക് തോന്നിയായിരുന്നു. ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട്, അരി വെച്ചുണ്ടാക്കിയത് നല്ല ഗോൾഡൻ ബ്രൗണിലും നല്ല പെർഫെക്റ്റ് ഷേപ്പിലും ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുട്ടുപൊടി വെച്ചുണ്ടാക്കിയപ്പോ കുറച്ചൊരു ഡാർക്കർ കളറായിട്ടും ഒന്ന് പുറത്ത് കുറച്ചൊന്ന് ഉറപ്പുള്ളതായിട്ടും തോന്നി. ടേസ്റ്റില് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അരി വെച്ചുണ്ടാക്കിയത് കുറച്ചും കൂടെ ഒരു 10% ടേസ്റ്റി ആയിട്ടും തോന്നി. കാഴ്ചയിലാണ് കൂടുതലായിട്ടും എനിക്ക് ഡിഫറൻസ് തോന്നിയത്. പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കുമ്പോൾ നനവ് കറക്റ്റ് ആവാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ക്രാക്സ് വീഴുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടില്ല. അപ്പൊ ഇതാ കണ്ടില്ലേ, ഇത് നമ്മള് അരി വെച്ചുണ്ടാക്കിയതാണ്. നല്ല കളറിൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ അരിയപ്പവും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 ആഴ്ച വരേക്ക് ഒരു കേടും കൂടാതെ ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരാതെ നമുക്ക് എടുത്തു വെക്കാവുന്ന ഒരു പലഹാരമാണ് അരിയപ്പം. റൈസ് ഡോണറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വിളിക്കാവുന്ന ഒന്നാണിത്. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. അപ്പോ ഇത് രണ്ടുമാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതാ കണ്ടില്ലേ, ഇത് അരി വെച്ചുണ്ടാക്കിയതാണ്. നല്ലൊരു ഷേപ്പിലും പിന്നെ കണ്ടോ അതിന്റെ കളറ് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉള്ളില് നല്ല സോഫ്റ്റ് ആണ്. ഇതാണ് നമ്മൾ പുട്ടുപൊടി വെച്ചുണ്ടാക്കിയത്. രണ്ടും നമ്മൾ കളറിൽ കണ്ടോ നല്ലൊരു വ്യത്യാസമുണ്ട്. കുറച്ചൊരു ബ്ലാക്ക് കളറിലേക്കാണ് അത് പോയിട്ടുള്ളത്. പുറത്ത് കുറച്ചൊരു മുറുക്കമുണ്ട്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. അപ്പോ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.